വെള്ളം കണ്ടാ നിക്കും കുതിരാന്ന് കേട്ടിട്ടില്ല. പഹൽഗാമിൽ നമ്മൾ രണ്ടാമത്തെ ദിവസം. ഇതാണ് നമ്മളെ സ്റ്റേ. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പാരഡൈസ് ഗസ്റ്റ് ഹൗസ്. സ്റ്റേനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോൻ്റെ എൻഡിൽ പറയാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്ലാന് മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലമുണ്ട്. അത് കുതിരമേ കയറിയിട്ടാണ് പോണത്. പോണി റൈഡ് എന്ന പേര് അതിന്. അപ്പോൾ അവർ പറഞ്ഞത് റംബൂട്ടൻ ഇവിടുന്ന് തന്നെ ഇട്ടിട്ട് പോകാനാ പറഞ്ഞത്. നല്ല ചളി ഉണ്ടാവും വഴിയിൽ. നമ്മളെ സൂട്ടി ജയിക്കാമോ? പോണി എത്തിയിട്ടുണ്ട്. നമ്മളെ പോണി റൈഡ് സ്റ്റാർട്ടായി. എങ്ങനെയുണ്ട്? കുലുക്കൊക്കെ ഉണ്ടാവും. സ്റ്റെബിലൈസേഷൻ ഒന്നും ഭയങ്കര കറക്റ്റ് ആവില്ല ചിലപ്പോൾ. കുതിര നന്നായിട്ട് കുലുങ്ങുന്നുണ്ട്. ഇതാണ് കുതിരമ്മ ഇരിക്കുമ്പോഴുള്ള നമ്മളെ മൂവ്മെന്റ്. असलम नहीं मेरा भी नाम सेम है. आज असलम के साथ पोनी राइड जा रहे हैं. നമ്മളപ്പോൾ ആരും പിടിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ഒറ്റക്ക് വിട്ട് എവിടെ എത്തുന്നൊന്നും അറിയില്ല. സൈഡിൽ കയറി നമ്മളെ വണ്ടി ഫ്യൂവല് അടിച്ചോണ്ടിരിക്കുകയാണ്. സത്യത്തിൽ പറഞ്ഞാല് നമ്മളെ കുതിര വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ പേടിച്ചു ഇത് എങ്ങടെ പോണെന്നത്. ഈ കാട്ട് കണ്ടില്ല. അപ്പൊ ഈ ഒരു കയറ് കണ്ടില്ലേ, അത് ഇങ്ങോട്ട് കൊളത്തി വെക്കും. അപ്പൊ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് അതെടുത്ത് താഴേക്കാക്കും. അപ്പൊ നേരത്തെ വരാൻ നല്ലത്. ഈ കുതിര ഇങ്ങനെ നടന്നിട്ടാണ് അവിടെ ചളിയാവുക. അപ്പൊ നേരത്തെ പോകുമ്പോ അത്ര ചളി ഉണ്ടാവൂല, പിന്നെ ചളി കൂടും. അച്ഛാ, അടുത്ത വെള്ളം കൂടി സ്റ്റോപ്പ്. വെള്ളം കണ്ടാ നിക്കും കുതിരാന്ന് കേട്ടിട്ടില്ലേ? കയറില്ലേ, ഇവിടെ വലിച്ചാൽ ആ സൈഡ് എടുക്കും, ഇവിടെ വലിച്ചാൽ ആ സൈഡ് എടുക്കും. അങ്ങനെയാണ്. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ചളി. ഒന്നര ചളിയാണ് കേട്ടാ. പച്ച ചളി. കുറച്ച് മെച്ചൂരിറ്റിയൊക്കെ വെച്ച കുതിരയാണ്. അതൊരു കുട്ടിയാണ്, അതിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം അതിന് ട്രെയിനിങ് ആണല്ലോ ഇപ്പോൾ. ഈ കാണുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ കുതിരൻ്റെ ഒരു ബ്രദർ വീണ് ചത്തത്. ചത്തു എന്ന് പറയാൻ ഒരു മടിയുണ്ട്. എന്താ വെച്ചാൽ മനുഷ്യന്മാരെ പോലെ തന്നെ ഇവർക്കും ഇമോഷൻസ് ഉണ്ട്. ഈ കുതിര എന്നോ ഈ സ്ഥലത്തെത്തുമ്പോൾ ഒന്ന് വിറയ്ക്കും. ബ്രദർ പോയതിനു ശേഷം 4 ദിവസം അത് ഭക്ഷണം കഴിച്ചിട്ടില്ല. 4 ദിവസം ഈ കുതിര വെള്ളം ഭക്ഷണം കുടിക്കുന്നുണ്ടായിരുന്നില്ല. കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കണ്ണൊന്ന് വെള്ളം വരും. എന്തിനാണ് നല്ല ചളിയില്ലാത്ത സ്ഥലത്ത് വീട്ടിൽ മരം കുതിരയെന്ന് വിളിക്കുന്നത്. പറഞ്ഞത് തീരെ കേൾക്കില്ല. ഇപ്പൊ റോഡൊക്കെ പോയി. അങ്ങനത്തെ വെറും വഴിയായിട്ടോ, റോഡൊന്നും ഇല്ല. ഇനി ഇതിക്കൂടൊക്കെ തന്നെ കുതിരനായിട്ട് പോകണം. എന്തായാലും പഹൽഗാമിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഈ പോണി റൈഡ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുതിരനെ സ്വന്തം ഇഷ്ടത്തിന് ഷോർട്ട് കട്ട് എടുത്തു. ഏത് വഴിയാണെങ്കിലും കുതിര കൂളായിട്ട് കയറി പോകും. പക്ഷെ പുറത്തിരിക്കുന്ന നമുക്കാണ് പണി. ഈ കയറ്റാണ്. ആ ഒന്നുമില്ല മുന്നിലേക്ക് കൊടുത്തങ്ങനെ.
റോഡും നേരെയുള്ള വഴിക്ക് പോയി. ഇപ്പോഴത്തെ വഴി എന്താ പേടിയോ മനസ്സിലായി. കുതിരകൾ കൂടുതലായിട്ട് കയറിപ്പോണ്ട്. അതുകൊണ്ട് റബ്ബേ കാത്തോളേ. ബസ്സിൽ താന്ന് പോകുന്നുണ്ട് വരെ കാല്. 1 മണിക്കൂറൊക്കെ കുതിര പുറത്തിരുന്ന് ഇമാതിരി കയറ്റം കയറിയാൽ ഇതാവും അവസ്ഥ. ഫോട്ടോ കൂടെ ഇറങ്ങണ്ട്. അങ്ങനെ നമ്മള് ബൈസറൻ വാലി എത്തി, അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡ്. ഇവിടെ ഇങ്ങനെ ഒരു ഗ്രൗണ്ട് പോലെ സ്ഥലമുണ്ട്. ഇന്നിപ്പോൾ വല്ലാതെ ഐസ് ഇല്ല. ഇവിടെ വന്നപ്പോൾ അവിടെ കണ്ടില്ല, ആ ഭാഗത്തൊക്കെ ഐസ് ഉണ്ട്. കുറച്ച് അവിടെയൊക്കെ വേണമെങ്കിൽ പോയി കളിക്കാം. പിന്നെ ഐസൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടു വന്നതാണ്. ഈ പ്രാവിനായിട്ട് എടുക്കണമെങ്കില്ല, അവരടുത്ത് പ്രാവിനെ വെച്ച് ഫോട്ടോ എടുക്കാം, അവിടെ ആടിനെ വെച്ച് ഫോട്ടോ എടുക്കാം. കടകളുണ്ട്, എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഇവിടെ ബാക്കിൽ കടകളുണ്ട്. ആടിനെയും കൊണ്ട് ഇനി ആർക്കെങ്കിലും ഫോട്ടോ എടുക്കണമെങ്കിൽ എടുക്കാം. മിനി സ്വിറ്റ്സർലാൻഡ് കണ്ടില്ലേ? ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ ഇരിക്കാൻ തോന്നും കൂടുതൽ. നമുക്കൊരു മണിക്കൂറൊക്കെ കിട്ടും ഏകദേശം പോണി റൈഡിൽ വന്നാൽ. അങ്ങനെ മിനി സ്വിറ്റ്സർലാൻഡിലെ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ കുതിരക്കാരൻ വന്ന് പറഞ്ഞത് സമയമായിട്ട് നമുക്ക് പോകണമെന്ന്. കുറേ ആൾക്കാരായിപ്പോൾ. തിരിച്ചിറങ്ങുമ്പോൾ നല്ല തിരക്കായി തുടങ്ങിയിരുന്നു. കയറുന്നതിലേറെ ഇറങ്ങുമ്പോൾ കുറച്ച് ബാലൻസ് ചെയ്യാൻ പണിയാണ്. പിന്നെ കുതിരേൻ്റെ സൈസേ അറിയുള്ളൂ, നമ്മളെ സൈസ് അറിയില്ല. അപ്പോൾ ഇങ്ങനെ കൊമ്പും ചില്ലയും വരുമ്പോഴും വേറെ കുതിരകൾ വരുമ്പോഴും നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഈ സമയം കൊണ്ട് നമ്മൾ തന്നെ കുതിരനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഇതാ ഇങ്ങനെയൊക്കെ സംഭവിക്കുക. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. റോട്ടിലെത്തി. ഇനി വലിയ സീനില്ലാതെ അങ്ങനെ പോവാം. ഇറക്കായിരുന്നു പേടി. നമുക്ക് കിട്ടിയ 2 കുതിരയും കുഴപ്പമില്ല. അവർ 2 പേരാണ് നമ്മളെ സുഖമായിട്ട് അവിടെ കൊണ്ടുപോയി കൊടുന്നു സേഫായിട്ട് വീഴ്ത്താതെ. അവങ്ങളാണ് നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെയാണ്, ഫീലിങ്സ് ഉണ്ട് അവർക്ക്. പാരഡൈസ് ഗസ്റ്റ് ഹൗസ് എന്നാണ് ഈ സ്റ്റേൻ്റെ പേര്. നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല ബഡ്ജറ്റ് സ്റ്റേ ആണ്. പിന്നെ 4 ഭാഗത്തും മഞ്ഞുമലയാണ്. ഇവിടെ നോക്കി, അവിടെ മഞ്ഞുമലയാണ്, ഇതിന് ബാക്കിൽ മഞ്ഞുമലയാണ്. അതിനപ്പുറം തൊട്ടപ്പുറത്ത് തന്നെയാണ് പുഴ. അതിൻ്റെ സൗണ്ട് കേൾക്കാം. പാക്കിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇവിടെ തന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു, കഴിക്കാനുള്ള പ്ലാൻ. ഫുഡ് വെച്ചുതരാമെന്ന് പറഞ്ഞു ഈ സ്ഥലത്ത്. പാരഡൈസ് ഗസ്റ്റ് ഹൗസിൻ്റെ ഓണർ ഫിറോസ് ഭായി ആണ് നമുക്കെല്ലാം സെറ്റ് ചെയ്തെന്നാണ്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ടാക്സിയും ഇന്നത്തെ വീഡിയോയിൽ കണ്ട പോണി റൈഡും എല്ലാം മൂപ്പർ അറേഞ്ച് ചെയ്ത് തന്നു. അതുകൊണ്ട് ബഡ്ജറ്റായിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് ഞാൻ ഈ സ്റ്റേ റെക്കമെൻഡ് ചെയ്യും. പഹൽഗാമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു ശ്രീനഗർക്ക് തിരിച്ചു പോകണം. ഇപ്പോൾ 2 ടാക്സി പിടിക്കണം. വന്ന പോലെ തന്നെ അനന്ത്നാഗിൽ ടാക്സി ഇവിടുന്ന് കിട്ടും, അനന്ത്നാഗിൽ നിന്ന് ശ്രീനഗർക്ക്. അനന്ത്നാഗെത്തി ഞങ്ങൾ ശ്രീനഗർക്ക് പോകാം. മലയാളിയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊപ്പം ഇരുന്ന ടാക്സി ഡ്രൈവറെ വീട്ടിൽ ഗസ്റ്റായിട്ട് വന്ന മലയാളീസിൻ്റെ വീഡിയോ കാണിച്ചു തന്നു. കാശ്മീരിൽ വരുമ്പോൾ നമ്മളെ തറവാട് പോലെയാണ് ശ്രീനഗറും ദാൽ ലേക്കൊക്കെ. എവിടെ പോയാലും അവസാനം തിരിച്ചു വരാനുള്ള ഇങ്ങോട്ടാണ്. വൈകുന്നേരം നമ്മൾ ദാൽ ലേക്കിൻ്റെ അടുത്തൊന്ന് വെറുതെ ഇറങ്ങിയതാണ്. എന്തായാലും റൂമിലിരുന്നിട്ടൊന്നും ചെയ്യാനില്ല. രാത്രി ഹൗസ് ബോട്ടൊക്കെ നിർത്തിയിട്ട് ഒരു കാഴ്ച കാണിച്ചത്. എന്നെ കാണണ്ടോ? സൗണ്ട് കേൾക്കണില്ലേ? മതി. ആ കാണുന്നൊക്കെ ഹൗസ് ബോട്ടുകളാട്ടോ. ആ വെളിച്ചം കാണുന്നൊക്കെ